കോഴിക്കോട് കൊയിലാണ്ടിയിലെ കോളേജ് വിദ്യാർത്ഥിനി ശ്രീനന്ദയ്ക്ക് എന്താണ് സംഭവിച്ചത്? കോയിൽക്കാവ് സ്വദേശിനിയായ പെൺകുട്ടിയുടെ മരണം പല സംശയങ്ങളിലേക്കും വിരൽ ചൂണ്ടുകയാണ്. 21-കാരിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. എന്നാൽ നെറ്റിയിലും താടിയിലും ആഴത്തിലുള്ള മുറിവുകളുള്ളതിൽ ദുരൂഹതയുണ്ട്. കോളേജ് യൂണിഫോമിലാണ് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടത്. ശ്രീനന്ദയെ എന്തെങ്കിലും പ്രശ്നങ്ങളാൽ തീരുന്നോ? ആരെങ്കിലും അവളെ ഉപദ്രവിച്ചിട്ടുണ്ടാകുന്നു? സംഭവത്തിൽ കൊയിലാണ്ടി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. കുട്ടിയുടെ ഫോണടക്കം വിശദമായി പരിശോധിക്കാനാണ് പോലീസിന്റെ തീരുമാനം. കൊയിലാണ്ടി പൊയിൽക്കാവ് ഇടക്കുളം ചാലിൽ പറമ്പിൽ അനിൽകുമാർ ലിസി ദമ്പതിമാരുടെ മകൾ 21-കാരിയായ ശ്രീനന്ദയാണ് മരിച്ചത്. ചൊവ്വാഴ്ച വൈകിട്ടാണ് ശ്രീനന്ദയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വൈകിട്ട് 5:30 കോളേജിൽ നിന്ന് വീട്ടിലെത്തിയ ശ്രീനന്ദയെ സമീപത്തെ ക്ഷേത്രത്തിലെ ഉത്സവ എഴുന്നള്ളത്ത് കാണാൻ മാതാപിതാക്കൾ വിളിച്ചെങ്കിലും പോയില്ല. പിന്നീട് തിരികെ എത്തിയ പിതാവാണ് വീട് അകത്തുനിന്ന് പൂട്ടിയ നിലയിൽ കണ്ടത്. ജനലിലൂടെ നോക്കിയപ്പോൾ മകൾ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടു. ഇതോടെ സമീപവാസിയെ വിളിച്ച് വാതിൽ തകർത്ത് അകത്തു കയറുകയായിരുന്നു. പെൺകുട്ടിയെ ഉടൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹത്തിൽ നെറ്റിയിലും താടിയിലുമടക്കം 3 സെന്റിമീറ്റർ ആഴത്തിൽ മുറിവുകളുണ്ട്. ഇത് എങ്ങനെ സംഭവിച്ചു എന്നതിൽ ദുരൂഹതയുണ്ട്. കൊയിലാണ്ടി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മരണകാരണത്തിൽ വ്യക്തത വരുമെന്ന് പോലീസ് അറിയിച്ചു. കൊയിലാണ്ടി ശ്രീനാരായണ ഗുരുദേവ കോളേജിലെ അവസാന വർഷ സൈക്കോളജി ബിരുദ വിദ്യാർത്ഥിയാണ് ശ്രീനന്ദ. യൂണിഫോമിലാണ് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടത്. കുട്ടിയുടെ ഫോണടക്കം വിശദമായി പരിശോധിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് 18 കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.